BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. KSRTCയിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര നല്ല കാര്യം. ഓർഡിനറി ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് ബസ്സുകളാക്കി സ്റ്റിക്കർ പതിപ്പിച്ചത് പരിശോധിക്കണം. KB ഗണേഷ് കുമാർ. KSRTCയിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര നല്ല കാര്യമെന്ന് മുൻ മന്ത്രി KB ഗണേഷ് കുമാർ UDF പ്രകടന പത്രികയിൽ പറഞ്ഞതാണ്. പദ്ധതി നടപ്പാക്കുവാൻ അവർ ബാധ്യസ്ഥരാണ്. വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ആൺപെൺ വ്യത്യാസമില്ലാതെ സൗജന്യം നൽകണം. വിദ്യാർത്ഥികളായ ആൺകുട്ടികൾക്ക് കൂടി സൗജന്യ യാത്ര നൽകണം. ഓർഡിനറി ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് ബസ്സുകളാക്കി എന്ന ആക്ഷേപമുയരുന്നു. അത് പരിശോധിക്കണമെന്നും ഗണേഷ് കുമാർ ആവശ്യപ്പെട്ടു. ലക്ഷ്മിപ്രിയക്കെതിരെ കോടതിയെ സമീപിച്ച് നടി അൻസിബ. കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി. അഭിനേതാക്കളുടെ സംഘടന അമ്മയുടെ വൈസ് പ്രസിഡന്റ് ലക്ഷ്മിപ്രിയ, ഭർത്താവ് ജയേഷ്, തൃപ്പൂണിത്തുറ സ്റ്റേഷനിലെ SI രേഷ്മ എന്നിവർക്കെതിരെ കോടതിയെ സമീപിച്ച നടി അൻസിബ ഹസൻ. ക്രിമിനൽ നടപടി പ്രകാരം ഇവർക്കെതിരെ കേസെടുക്കുവാൻ പോലീസിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി നൽകിയിരിക്കുന്നത്. ഈ മാസം 17-നകം റിപ്പോർട്ട് നൽകുവാൻ പോലീസിന് തൃപ്പൂണിത്തുറ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി നിർദ്ദേശം നൽകി. അധികാരമേറ്റ് ഒരു മാസത്തിനുള്ളിൽ UDF ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കി. ഇനി മുതൽ സ്ത്രീകൾക്ക് എല്ലാ മാസവും ആയിരക്കണക്കിന് രൂപ ലാഭിക്കാം. KC വേണുഗോപാൽ. അധികാരമേറ്റ് ഒരു മാസത്തിനുള്ളിൽ UDF ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കിയെന്ന് KC വേണുഗോപാൽ MP. കേരളത്തിലുടനീളമുള്ള സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യമായി യാത്ര ചെയ്യുവാൻ കഴിയും. അതിലൂടെ എല്ലാ മാസവും ആയിരക്കണക്കിന് രൂപ ലാഭിക്കാം. ഞങ്ങൾ ജനപക്ഷ ക്ഷേമത്തിൽ വിശ്വസിക്കുന്നു. ഞങ്ങൾ എല്ലായ്പ്പോഴും വാഗ്ദാനങ്ങൾ പാലിക്കുന്നു. അത് കർണാടകയിലായാലും തെലങ്കാനയിലായാലും ഇപ്പോൾ കേരളത്തിലായാലും എന്നും KC വേണുഗോപാൽ വ്യക്തമാക്കി. മഹാരാഷ്ട്രയിൽ മലയാളിയെ മോഷ്ടാക്കളുടെ സംഘം മർദ്ദിച്ച് കൊലപ്പെടുത്തി. സോളാപൂർ ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് കൊലപാതകം. പ്രായപൂർത്തിയാകാത്തയാളടക്കം 3 പേർ പോലീസ് പിടിയിലായി. കോയമ്പത്തൂരിൽ താമസിക്കുന്ന കൃഷ്ണപ്രസാദ് V എന്ന 62-കാരനാണ് കൊല്ലപ്പെട്ടത്. സതാരയിലേക്കുള്ള യാത്രാമധ്യേ പുലർച്ചെ 2:30-ഓടെയാണ് സോളാപൂർ സെൻട്രൽ ബസ് സ്റ്റാൻഡിൽ എത്തിയത്. ശുചിമുറിയിലേക്ക് നടന്ന കൃഷ്ണപ്രസാദിനെ പുറകെ എത്തിയ പ്രതികൾ ആക്രമിക്കുകയായിരുന്നു. പ്രതിരോധിക്കുവാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ കൃഷ്ണപ്രസാദ് സംഭവ സ്ഥലത്ത് വച്ചു തന്നെ മരിച്ചു. അയോധ്യ രാമക്ഷേത്ര സംഭാവനകൾ കാണാതായെന്ന ആരോപണം ആശങ്കകൾ ഉന്നയിച്ച് സുപ്രീം കോടതിക്ക് കത്ത്. അയോധ്യ രാമക്ഷേത്ര സംഭാവനകൾ കാണാതായെന്ന ആരോപണം ആശങ്കകൾ ഉന്നയിച്ച് സുപ്രീം കോടതിക്ക് കത്തയച്ചു. സംഭാവനകളുടെ ദുരുപയോഗത്തെക്കുറിച്ച് FIR രജിസ്റ്റർ ചെയ്യുവാൻ കോടതി നിർദ്ദേശിക്കണം. കോടതി മേൽനോട്ടത്തിൽ സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും ആവശ്യം. അഭിഭാഷകൻ അനൂപ് പ്രകാശ് അവസ്ഥയാണ് കത്തയച്ചത്. സംഭാവനകൾ സംരക്ഷിക്കുന്നതിനും സുതാര്യത ഉറപ്പുവരുത്തുന്നതിനും ജുഡീഷ്യൽ മേൽനോട്ടം വേണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. റബ്ബർ ബോർഡ് തലപ്പത്ത് രാഷ്ട്രീയ നിയമനം. BJP നേതാവ് N ഹരി റബ്ബർ ബോർഡ് ചെയർമാനാകും. ഉത്തരവിറക്കി കേന്ദ്ര സർക്കാർ. BJP നേതാവ് N ഹരി റബ്ബർ ബോർഡ് ചെയർമാനാകും. ഉത്തരവിറക്കി കേന്ദ്ര സർക്കാർ. നിലവിൽ കോട്ടയം BJP മേഖലാ പ്രസിഡന്റും റബ്ബർ ബോർഡ് അംഗവുമാണ് ഹരി. റബ്ബർ ബോർഡിന്റെ തലപ്പത്ത് ഇതാദ്യമായാണ് രാഷ്ട്രീയ നേതാവിനെ നിയമിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി ഉത്തരവിറക്കി. ചെയർമാൻ സ്ഥാനത്ത് നിന്നും ഡോക്ടർ സവാർ ധനാനിയ ഒഴിഞ്ഞ ശേഷം വാണിജ്യ മന്ത്രാലയം സെക്രട്ടറിമാർക്ക് ചെയർമാന്റെ ചുമതല നൽകി വരികയായിരുന്നു. റബ്ബർ കർഷകർ നേരിടുന്ന പ്രതിസന്ധികൾക്കിടയിൽ ബോർഡിന്റെ തലപ്പത്ത് BJP നേതാവ് എത്തുന്നത് എന്ത് മാറ്റം കൊണ്ടുവരും എന്നത് കണ്ടറിയണം. 2027 ജനസംഖ്യാ കണക്കെടുപ്പ് സെൽഫ് എന്യൂമറേഷന് നാളെ തുടക്കമാകും. 2027 ജനസംഖ്യാ കണക്കെടുപ്പിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷന് നാളെ തുടക്കമാകും. സെൻസസിന്റെ പോർട്ടലിൽ നാളെ മുതൽ 15 ദിവസം കുടുംബവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ രേഖപ്പെടുത്താം. വീടുകളിലെത്തിയുള്ള കണക്കെടുപ്പ് ജൂലൈ 1 മുതൽ 30 വരെയാണ്. എവിടെയാണോ താമസിക്കുന്നത് അവിടുത്തെ വിവരങ്ങളാണ് ജനസംഖ്യാ കണക്കെടുപ്പിന്റെ ഭാഗമായി കൈമാറേണ്ടത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.